ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്പുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ബാത്റൂമിൽ എത്ര അഴുക്കും കറയും ഒക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊഡക്റ്റും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അറിയാലോ, ഉപ്പ് എന്ന് പറയുന്ന ഒരു ക്ലീനിങ് ഏജൻറ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവരോ ഇല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റൊക്കെ നിങ്ങളുടെ കൈക്കൊക്കെ അലർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഫോം ടൈപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്പം ഡിറ്റർജൻറ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിറ്റർജൻറ്റ് പൗഡറോ ഇല്ലെങ്കിൽ ലിക്വിഡോ, ഇതും അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലിക്വിഡ് അതായത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു സ്മെല്ല് നമ്മുടെ വാഷ്റൂമിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ ഇല്ലെങ്കിൽ പുൽത്തൈലം, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതേപോലെ അല്പം കംഫർട്ടോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്ക് പണച്ചിലവൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ. ഇതൊക്കെ നമ്മൾ അല്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ചൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പണച്ചിലവില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും നല്ലൊരു സുഗന്ധം നമ്മുടെ ബാത്റൂമിൽ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പഞ്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്പഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു തവണ നമ്മൾ ഡിപ്പ് ചെയ്തത് വെച്ച് തന്നെ നമുക്ക് ഒത്തിരി സ്പേസസ് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പഞ്ച് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല നിങ്ങൾ ഏത് ടൈപ്പിലെയാണോ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പഞ്ചോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ എന്താണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ വാഷ് ബേസിനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വാഷ് ബേസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ വാഷ്റൂമിനകത്തുള്ള വാഷ് ബേസിനാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ വാഷ് ബേസിലെ തന്നെ ടാപ്പ്, അതുപോലെ തന്നെ ഓൾ ടൈല്, പിന്നെ നമ്മുടെ മിറർ, അങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ബാത്റൂം ക്ലീനറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ടൈലിലൊക്കെ പറ്റി പിടിക്കുന്ന സോപ്പിൻ്റെ പതയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വാഷ്റൂം നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അത്രയ്ക്ക് അഴുക്ക് ഉണ്ടായില്ല അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നിടത്താണെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബാത്ത് ടബിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ആ ഭാഗത്ത് കണ്ടോ, നമുക്ക് എപ്പോഴും ഒന്നും നമ്മുടെ കൈ എത്തുകയോ ക്ലീൻ ചെയ്യാനോ പറ്റാത്തൊരു ഭാഗമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോർഷനാണല്ലേ നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ താഴ്ഭാഗം എന്ന് പറയുന്നത്, അടിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സൊക്കെ. നമ്മൾ മുകൾ ഭാഗം നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഇവിടെയൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വല്ലപ്പോഴും ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു ബാത്ത് ടബ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡിലുള്ള ഒരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉപ്പും അതേപോലെ തന്നെ ഡിറ്റർജൻറ്റും പിന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫാബ്രിക് സെഫ്നർ ഇല്ലേ, അതിപ്പോൾ ഞാൻ കംഫർട്ട് ആയതുകൊണ്ട് കംഫർട്ട് എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാം. പിന്നെ നമ്മുടെ ബക്കറ്റില്ലേ, ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റിനകത്തൊക്കെ നല്ല ഒരു വിഴുവിഴുപ്പ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഇതേ കപ്പൊക്കെ കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇതെല്ലാം നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും കേട്ടോ. അത്ര ക്ലീൻ ആയിട്ട് കിട്ടും. മറ്റൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില കെമിക്കൽസൊക്കെ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് ശ്വാസം മുട്ട് അല്ലെങ്കിൽ തുമ്മൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. കാര്യം നമ്മുടെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണല്ലോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലൗസ് നിർബന്ധമാണ് കേട്ടോ. പ്രത്യേകിച്ച് വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാനും കൂടെ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ക്ലീൻ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു അതിശയം തോന്നും കേട്ടോ. അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അത് എത്ര പഴകിയ ബാത്റൂമോ എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്നതാണെങ്കിലും നല്ലൊരു സുഗന്ധവും ഉണ്ടാവും, അതേപോലെ എക്സ്ട്രാ ക്ലീനും ആവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഒരു പണച്ചെലവും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള
ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വേറെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോൾഗേറ്റ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ബെറ്ററെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം കേട്ടോ. അതും ഇതേപോലെ തന്നെ എക്സ്ട്രാ ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കോൾഗേറ്റോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ ഒന്നും യൂസ് ചെയ്തിട്ട് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അത്ര പണച്ചിലവും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ടിപ്പ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതുപോലുള്ള ടിപ്പുകൾ കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ നമുക്കൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.